എൻ്റെ സ്നേഹവന്ദനം. ഈ നാലാമത്തെ UKKCY പ്രസംഗ മത്സരത്തിൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം സമുദായ വളർച്ചയിൽ ജ്ഞാനായ ഇടവകയുടെ പ്രസക്തി. ക്രൈസ്തവ ജീവിതം ഓരോ സംസ്കാരത്തിൻ്റെയും സ്വതസിദ്ധമായ പ്രവണതകൾക്കും വാസനകൾക്കും അനുരൂപപ്പെടുത്തേണ്ട ആവശ്യകതയെപ്പറ്റി രണ്ടാം വത്തിക്കാൻ സുന്നഹദോസ് ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. ജനതകളുടെ ജീവിത രീതികളിൽ അന്ധവിശ്വാസത്തോടും അബദ്ധ ആചാരങ്ങളിൽ കെട്ടുപിണയാത്ത ഘടകങ്ങൾ സഭ താല്പര്യപൂർവ്വം പഠിക്കുകയും അന്യോന്യം പരിരക്ഷിക്കുകയും ചെയ്യുന്നതാണ് സഭയുടെ നയം. എന്നാൽ ഈ കാര്യങ്ങൾ തലമുറയിലേക്ക് കൈമാറ്റപ്പെടുവാനും അറിവുകളും ആചാരങ്ങളും കാത്തുസൂക്ഷിക്കാൻ പറ്റിയൊരു സഭാ സാമുദായിക സാംസ്കാരിക ശക്തി സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഇവിടെയാണ് സഭാ കൂട്ടായ്മയിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഇടവകയെ നാം തിരിച്ചറിയുന്നത്. മെസൊപ്പൊട്ടാമിയയിലെ ഊർ പട്ടണത്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് അബ്രഹാം നടത്തിയ യാത്രയിൽ പ്രേരകമായത് ഏകദൈവത്തിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസം അബ്രഹാമിന്റെ സന്തതി പരമ്പരകളെ കാനാൻ ദേശത്തു നിന്ന് ഈജിപ്തിലും സീനായ് മരുഭൂമിയിലും ബാബിലോൺ പ്രവാസ ജീവിതത്തിലും യൂദയിലെ നസ്രത്തിലെ ഏഷ്യൻ ജനനത്തിലൂടെ ലോക ചരിത്രം മാറ്റിമറിച്ച രക്ഷാകര ചരിത്രത്തിലൂടെ കടന്നുപോയ ക്രൈസ്തവ അനുയായികളായി മാറി. AD 345 മലകരയിലേക്ക് നാം കുടിയേറിയപ്പോൾ ഉർഹാമാർ യൗസേപ്പിന്റെയും 4 അച്ഛന്മാരുടെയും ഡീക്കന്മാരുടെയും നേതൃത്വത്താൽ ശക്തമായ സഭാ കൂട്ടായ്മയുടെ ചട്ടക്കൂട്ടങ്ങൾ വളർന്നു വന്ന ജനതയായി. മധ്യപൂർവ്വ ദേശത്തെ ഭാഷയും ആചാരങ്ങളും സാഹിത്യ സാംസ്കാരിക മൂല്യങ്ങളും വിശിഷ്ട ആരാധനക്രമവും കേരളത്തിലേക്ക് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച കേരളത്തെ മാർത്തോമ സമൂഹത്തിൽ ഒരു പുത്തൻ ആത്മീയ ഉണർവേകാൻ ജ്ഞാനായ സമുദായം മുന്നോട്ടുള്ള പ്രയാണത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്നത് എത്തുന്നിടത്തെല്ലാം സ്വന്തം ഇടവകൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. 1911 കോട്ടയത്ത് വികാരിയത്ത് സ്ഥാപിതമാകുന്നത് വരെ ജ്ഞാനായക്കാർ കേരളത്തിൽ സ്വന്തമായ 5 പള്ളികളും മറ്റിടങ്ങളിലുള്ള പള്ളികളുടെ പകുതിയും സ്വന്തമായിരുന്നതിനാൽ ജ്ഞാനായക്കാർ 5 പള്ളിക്കാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സ്വന്തമായ രൂപതാ സംവിധാനം ലഭിച്ചപ്പോൾ ജ്ഞാനായക്കാർ കൂടുതൽ പള്ളികൾ ഉണ്ടാക്കിയെടുത്തു. പള്ളികളോട് ചേർന്ന് മഠങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, അങ്ങനെ സമുദായ അംഗങ്ങൾക്ക് ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്കും നന്മയ്ക്കും ഉതകുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി സംവിധാനം ലഭിച്ചത് ഇടവക തലത്തിലായിരുന്നു. ദൈവം അബ്രഹാമിന് കൊടുത്ത വാഴ്വ്, അബ്രഹാം ഇസഹാക്കിന് കൊടുത്ത വാഴ്വ്, ഇസഹാക്ക് യാക്കോബിന് കൊടുത്ത വാഴ്വ്, യാക്കോബ് എന്റെ പിതാക്കന്മാർക്ക് കൊടുത്ത വാഴ്വ്, എന്റെ പിതാവ് എനിക്ക് തന്ന വാഴ്വ്, എന്റെ മകനെ മകളെ നിനക്ക് ഞാൻ തരുന്നു എന്ന് പറയുവാൻ സാധിച്ചത് ദൈവത്തിന്റെ പരിപാലനയിൽ നിശ്ചിതമായ പാരമ്പര്യത്തിന്റെ ആചാരത്തിന്റെ ചരിത്രത്തിന്റെ ഉടമകളായതുകൊണ്ടും വേദപുസ്തകത്തിന്റെ ദൈവശാസ്ത്രത്തിന്റെ സഭാത്മകതയുടെ ഉറച്ച അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഇടവക സംവിധാനം ആയതുകൊണ്ടുമാണ്. കേരള ക്രിസ്തീയ സഭകൾ വിശിഷ്ട ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഒരു ക്രിസ്തീയ കൂട്ടായ്മയെ വാർത്തെടുക്കുന്നതിൽ ജ്ഞാനായ സമുദായം നിർണായക പങ്കാണ് വഹിച്ചത്. അതിലൂടെ ഊർജവും നേതൃത്വവും നാം നേടിയെടുക്കുന്നത് ഇടവക എന്ന സ്നേഹ കൂട്ടായ്മയുടെ ശക്തിയിൽ നിന്നാണ്. ജ്ഞാനായകാരത്തിന്റെ വികാരത്തിന്റെ ശക്തിയുടെ ഉറവിടമായ നിലയ്ക്കാത്ത പ്രഭാതത്തിന്റെ ഒരു ചെറു ഘടകമാണ് നമ്മുടെ മാഞ്ചസ്റ്ററിലെ ജ്ഞാനായ സെന്റ് മേരീസ് ചാപ്പൽസി. കുടിയേറ്റ ജനതയായ ജ്ഞാനായക്കാർക്ക് ലോകത്ത് എവിടെയാണെങ്കിലും തനിമയിലും ഒരുമയിലും പാരമ്പര്യത്തിലും വിശ്വാസത്തിലും ലോകത്തിലും തലമുറകൾക്കും വേണ്ടി മാതൃകയാകുന്ന മാർഗദീപമാണ് മിന്നിത്തിളങ്ങുന്ന നാമും നമ്മുടെ ഇടവക എത്രയധികം സഹായിക്കുന്നു സഹായിക്കും എന്ന് ഗ്രഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ നന്ദി, നമസ്കാരം.